ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ പാക്കേജ് എ സിയെ പറ്റിയിട്ടാണ്. പാക്കേജ് എ സി എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസറും കണ്ടൻസറും അതേപോലെ തന്നെ കൂളിംഗ് കോയിലും ഒന്നായിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പാക്കേജ് എ സി എന്ന് പറയുന്നത്. അതിന് രണ്ട് ഡക്റ്റ് ഉണ്ടായിരിക്കും, ഒന്ന് സപ്ലൈ ഡക്റ്റും അതേപോലെ തന്നെ റിട്ടേൺ ഡക്റ്റും. ഈ ഡക്റ്റ് വഴിയായിരിക്കും റൂമിലേക്ക് എയർ സപ്ലൈ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഫിൽറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫിൽറ്റർ സർവീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് മോഡലായിരുന്നു സാധാരണ ഇവിടെയുള്ളത്. ഒന്ന് SKMൻ്റെയും പിന്നെ ജമീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. SKM എന്ന് പറയുന്നത് നമുക്കറിയാം, ഷാർജ കുവൈത്ത് മാനുഫാക്ചർ എന്നാണ് ഫുൾ നെയിം. അത് മെയ്ഡ് ഇൻ ഷാർജയാണ് ആ പാക്കേജ് എ സി. പിന്നെയുള്ളത് ജമീലാണ്. ജമീൽ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഫിൽറ്റർ സർവീസ് ചെയ്തത് ജമീലിൻ്റെ ഫിൽറ്റർ ആയിരുന്നു. പാക്കേജ് എ സിയുടെ ഫിൽറ്റർ തന്നെ ഒരു പ്രത്യേക തരം ഡിസൈനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതാണ് പാക്കേജ് എ സി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്, ജമീൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ കണ്ടൻസർ. അതേപോലെ തന്നെ ഇത് കണ്ടൻസർ ഫാനാണ്. അതേപോലെ തന്നെ ഒരു ഫാൻ മോട്ടർ അകത്തും ഉണ്ടായിരിക്കും. അത് നമ്മുടെ ബ്ലോവറായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ കംപ്രസർ, കോണ്ടാക്റ്റുകൾ അതെല്ലാം അകത്തായിരിക്കും. അതേപോലെ തന്നെ രണ്ട് ഡക്റ്റ് ഉണ്ടായിരിക്കും, അഥവാ സപ്ലൈ ഡക്റ്റും റിട്ടേൺ ഡക്റ്റും എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. 2-3 തരത്തിൽ ഫിൽറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫിൽറ്റർ ആയിരിക്കും ഇതിന് വരുന്നത്. ഇതിപ്പോൾ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുന്നത് കാണാം നമുക്ക് വീഡിയോയിൽ. ഈ ഫിൽറ്റർ ഫുള്ളായിട്ട് ബ്ലോക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഫിൽറ്ററിന് ശേഷം ഇതിൻ്റെ ബാക്കിലുള്ള കൂളിംഗ് കോയിലും കൂടി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 മാസമോ 3 മാസമോ ഒക്കെ കൂടുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ AMCയിൽ പെടുത്തിയിട്ട് അല്ലെങ്കിൽ മെയിൻ്റനൻസിൽ തന്നെ നമ്മൾ ഫിൽറ്റർ മാത്രം ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിടുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അത് ഫിൽറ്റർ കഴുകാത്ത കാരണമാണ് കൂളിംഗ് കോയിൽ ഇത്രത്തോളം ബ്ലോക്ക് ആയിരിക്കുന്നത്. ഫിൽറ്റർ കറക്റ്റ് സർവീസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കൂളിംഗ് ഓയിൽ ഇത്രത്തോളം ബ്ലോക്ക് ആവില്ലായിരുന്നു. പകുതിയിലേറെ നമ്മുടെ കൂളിംഗ് കോയിൽ ബ്ലോക്കാണ്. ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഷർ മോട്ടറിനാണ് സർവീസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ആ കച്ചറ പൂർണ്ണമായിട്ട് പോകുള്ളൂ. ഇതിപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പൈപ്പിൽ വെള്ളം വെച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നെറ്റ് പോലത്തെ ഫിൽറ്റർ ആയിരിക്കും, അലൂമിനിയത്തിൻ്റെ. അത് 2-3 തട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.